തത്സമയം ചെയ്തിട്ടുണ്ട്. സജോ, ഇപ്പോഴും ആ പരിഭ്രാന്തി വിട്ടുമാറിയിട്ടില്ല. ആ ദേശം ഒന്നാകെ ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. എന്താണ് ഈ വലിയ ശബ്ദത്തിന് കാരണം, ഈ പ്രകമ്പനം എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയുള്ള കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻകാലങ്ങളിൽ സമാനമായ അനുഭവം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് അന്വേഷിച്ചപ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത് സജോ? പ്രജന ഇക്കാര്യത്തിൽ ഇതുപോലെ ഇതിന് സമാനമായ സംഭവം, അതായത് അവർ കുറേ അധികം ആളുകൾ പറഞ്ഞിരുന്നു മുൻകാലത്തും ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇതുപോലൊരു അനുഭവം ഇതാദ്യമായാണ് എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഭൂചലനമല്ലാതെ ഭൂകമ്പമാപിനിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അത്തരമൊരു സ്ഥിരീകരണമില്ല. പക്ഷേ ഏതെങ്കിലും നിലയ്ക്കുള്ള ഭൗമപ്രതിഭാസമാകാനാണ് സാധ്യത. അതായത് ഉരുൾപൊട്ടലിൻ്റെ മറ്റുമൊക്കെ പശ്ചാത്തലത്തിൽ പല സ്ഥലത്തായി ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ഭൗമപ്രതിഭാസങ്ങൾ ഉണ്ടാകും, അതിൻ്റെ ഭാഗമാകാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലും നിഗമനവും. അങ്ങനെയാണ് വിദഗ്ധരൊക്കെ പങ്കുവയ്ക്കുന്ന അഭിപ്രായം. പക്ഷേ ആളുകൾ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്, ചെറിയ തോതിലുള്ള പ്രകമ്പനങ്ങൾ പല സ്ഥലത്തും അനുഭവപ്പെട്ടിട്ടുണ്ട്, വലിയ ശബ്ദം അനുഭവപ്പെട്ടിട്ടുണ്ട്, അതൊരു വസ്തുതയാണ്. അത് ഏതായാലും നിരാകരിക്കാൻ കഴിയുകയില്ല. അത് ആവർത്തിച്ച് ആളുകൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് അനുഭവിച്ചവർ, അതിന് ദൃക്സാക്ഷികളായ ആളുകൾ അത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ മേൽ വിശദമായൊരു പഠനത്തിലേക്കും മറ്റും പോവുക എന്നതാണ് ഇനിയിപ്പോൾ സാധ്യമായൊരു വഴി. അത് തന്നെയായിരിക്കും നടക്കുക എന്നാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് പലർക്കും ആശങ്കയുണ്ട്. അത് നേരിട്ട് അനുഭവിച്ചവർ അവർ ആ ആശങ്ക പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള ആശങ്കയുടെ സാഹചര്യം അല്ലെങ്കിൽ ഇതിന് കാരണം എന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് കൂടുതൽ ആശങ്കയുണ്ടാകും. അതിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇപ്പോൾ പറഞ്ഞത് നിലവിൽ തന്നെ വിവിധ സ്കൂളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നെന്മേനി പഞ്ചായത്തിൽ തന്നെ 7 സ്കൂളുകൾക്ക് അവധിയടക്കം നൽകിയിട്ടുണ്ട്, സ്കൂളുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ആശങ്കയുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് മാറാനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാറാം. ബന്ധുവീട്ടുകളിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും മാറാം. അതല്ലാതെ ഒരു മാസീവ് ഒഴിപ്പിക്കൽ എന്ന നിലയ്ക്ക് ഒരു തീരുമാനമില്ല. അങ്ങനെ ആശങ്ക വേണ്ട എന്നാണ് ഇതിനകം ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. വിശദമായ കാര്യങ്ങളിലേക്ക് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം, എന്താണ് അതിൻ്റെ വസ്തുത എന്ന് പഠനം നടത്തുകയും ആളുകളെ ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ മാത്രമേ ആശങ്ക പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ഭാഗത്ത് ഇടയ്ക്കൽ ഗുഹയോട് താഴ്വാരം, അമ്പുകുത്തിമല ഉൾപ്പെടുന്ന മേഖലകളൊക്കെയാണ്. ഒപ്പം ഇത് മറ്റു പല സ്ഥലങ്ങളിലും കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ പറയുന്നത് പോലെ ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടാകാവുന്ന പ്രതിഭാസങ്ങളുടെ തുടർച്ചയായിരിക്കാം എന്നാണ്. അതുകൊണ്ട് അത് വെറും ഒരു തോന്നൽ മാത്രമല്ല എന്നതാണ്, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതിനകം തന്നെ ആ മേഖലയിലെ വിദഗ്ധരായ ആളുകൾ പറയുന്നുണ്ട്, ഭൗമ വിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഒപ്പം ഇത്തരം ജിയോളജിക്കൽ പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ പറയുന്നുണ്ട്. ജിയോളജി വകുപ്പും യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട്, ഒപ്പം റവന്യൂ വിഭാഗവും ഒക്കെയുണ്ട്. അവർ ഗ്രൗണ്ടിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവരും സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ അതിലേക്ക് നയിച്ചത്, ഈ ശബ്ദവും പ്രകമ്പനവും ഒക്കെ യഥാർത്ഥത്തിൽ എന്തിൻ്റെ തുടർച്ചയാണ് എന്നതൊരു ശാസ്ത്രീയ പഠനത്തിലൂടെ മാത്രമേ, ഒപ്പം തീർച്ചയായിട്ടും സജോ, എന്തായാലും ഇതിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന ഒരു പഠനം കൂടി നേരത്തെ വന്നിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ആഴത്തിലുള്ള ഗവേഷണവും പഠനവും ഒക്കെ ആവണം. അത് തന്നെയാണോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന